ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ജമ്മു കാശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നിർണായകമായ നീക്കമുണ്ടായിരിക്കുകയാണ്. ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ആയുധ പരിശീലനം നൽകുകയാണ്. പ്രത്യേകിച്ച് പഹൽഗാമുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ഭീകരവാദികൾ നടന്നു വന്ന് കൊന്നിട്ട് പോകുകയാണ്. ഇനി അവർ നടന്നു വന്ന് കൊന്നിട്ട് തിരിച്ചു പോകാത്ത രീതിയിലുള്ള നീക്കമാണല്ലോ കാശ്മീരിൽ സംഭവിക്കുന്നത്. അതെ, കാശ്മീർ മൊത്തത്തിൽ മാറുകയാണ് എന്നല്ല, മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സൈന്യവും സർക്കാരും ഇത്തരമൊരു നീക്കം ആരംഭിച്ചത്. ഇതിപ്പോൾ അവർക്ക് സായുധ പരിശീലനം നൽകുക മാത്രമല്ല, നമ്മുടെ ഈ അതിർത്തി ഏതാണ്ട് 200 കിലോമീറ്റർ നീളം വരുന്ന അതിർത്തിയാണ് ഈ പാകിസ്ഥാനും ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനവുമായിട്ട് പങ്കിടുന്നത്. അപ്പോൾ അവിടെ 3 ലെയർ സെക്യൂരിറ്റിയാണ് അതിർത്തിയിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് ഒന്നാമത്തെ ലെയർ തീർച്ചയായിട്ടും സൈന്യത്തിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ ഈ അർദ്ധസൈനിക വിഭാഗങ്ങൾ, പോലീസ് ഒക്കെ ആയിരിക്കും രണ്ടാമത്തെ ലെയർ. മൂന്നാമത്തെ ലെയറിൽ അവരുദ്ദേശിക്കുന്നത് തദ്ദേശീയരായ ജനങ്ങളെ, ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ച് അതിർത്തി നിരീക്ഷണം, അതുപോലെ ആയുധങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ ഈ വിവരശേഖരണം, അതിർത്തിയിൽ എന്തെങ്കിലും അസ്വാഭാവികമായത് കണ്ടാൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെ വിവരശേഖരണം. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഈ സായുധമായ പരിശീലനം ലഭിക്കുന്നതോടൊപ്പം ഈ IT, അതായത് വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഈ മിലിറ്ററിയൊക്കെ ഉപയോഗിക്കുന്ന വാർത്താവിനിമയ സംവിധാനമുണ്ട്. നമ്മൾ സാധാരണ അടിയന്തര മെസ്സേജുകൾ പാസ് ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന അവരുടേതായൊരു സംവിധാനമുണ്ട്. അത് ഈ വാക്കി ടോക്കി പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ അവർക്ക് അവരുടേതായൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പേരുകളൊക്കെ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ, ഇതൊക്കെ ഒരു സാധാരണ പൗരന്, ഒരു സിവിലിയന് സത്യത്തിൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കാശ്മീരിലെ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി. കാരണം ഈ നുഴഞ്ഞു കയറി വരുന്ന ഭീകരന്മാർ, പരിശീലനം ലഭിച്ച ശേഷം നുഴഞ്ഞു കയറി കാശ്മീരിലേക്ക് വരുന്ന ഈ ഭീകരന്മാർ ചെയ്യുന്നത് അവിടുത്തെ തദ്ദേശീയരായ യുവാക്കളെ കൃത്യമായിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ നമ്മുടെ രാജ്യത്തിനെതിരെ തിരിക്കുക എന്നുള്ളതാണ്. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈന്യവും സർക്കാരും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത്. അത് സാംബ ജില്ലയിലാണ് ഇതിൻ്റെ പരിശീലന കേന്ദ്രം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സൈന്യം, കാരണം ഇന്ത്യക്ക് ഇനി മുന്നിൽ ഈ വഴി മാത്രമേ ഉള്ളൂ അല്ലേ, ഭീകരവാദികളെ തടുക്കുക എന്നത്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ വലിയ രീതിയിൽ അവിടെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാലേ കഴിയുകയുള്ളൂ. അതെ, തീർച്ചയായിട്ടും ജനകീയ പങ്കാളിത്തത്തോടെ മാത്രമേ ഏത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെയും അടിച്ചമർത്താനും ഒതുക്കാനും കഴിയുള്ളൂ. ഒരിക്കലും ഈ സർക്കാർ ഈ പറയുന്നത് പോലെ പോലീസ്, സൈന്യം ഇതിനെയൊക്കെ ഒരു മർദ്ദനോപകരണങ്ങളാക്കി മാറ്റി ഇതിനെ അടിച്ചമർത്താൻ കഴിയില്ല. നോക്കൂ, നമുക്ക് മുമ്പറിയാം, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഈ സൈന്യത്തിന് നേരെ, പോലീസിന് നേരെയൊക്കെ അവിടെ എത്ര രൂക്ഷമായ കല്ലേറാണ് നടന്നിരുന്നത്. കവചിത വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന ചെറുപ്പക്കാർ, മുഖം മറച്ചു കെട്ടി കല്ലെറിയുന്ന ചെറുപ്പക്കാർ, ഈ അതിരൂക്ഷമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന തദ്ദേശീയരായ ചെറുപ്പക്കാർ, ഇവരെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം, പ്രത്യേക പദവി കാശ്മീരിൻ്റെത് എടുത്തു കളഞ്ഞതിനു ശേഷം എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു തദ്ദേശീയമായൊരു ഒരു സംഘർഷം നമ്മൾ കണ്ടിട്ടുണ്ടോ? പട്ടാളക്കാരെ ഒറ്റയ്ക്ക് കിട്ടിയാൽ അവരെ ആക്രമിക്കുമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അവിടെ വലിയ മാറ്റങ്ങൾ വരികയാണ്, വലിയ വികസനം വരികയാണ്. കാശ്മീരിലേക്ക് ആദ്യമായിട്ട് ട്രെയിൻ എത്തുന്നു. അതുപോലെ കാശ്മീരിലേക്ക് വലിയ തോതിൽ വിനോദസഞ്ചാരികൾ, ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് വിനോദസഞ്ചാരികളാണ് അവിടെ വന്നു പോകുന്നത്. ഒരു വർഷം ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 2.5 കോടിക്ക് മേളിലാണ് വിനോദസഞ്ചാരികൾ അവിടെ വരുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് അവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുകയാണ്. അവർ വിനോദസഞ്ചാരത്തെ ഒരു ജീവനോപാധിയാക്കി മാറ്റി അതിൽ നിന്ന് വരുമാനം നേടി, അതും ചെറിയ വരുമാനമല്ല, എന്താ പറയണ്ടേ, അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്ന തരത്തിലുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നു. നല്ലൊരു വരുമാന മാർഗമായി അത് മാറിയിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ കൂടെ അവിടെ വലിയ മാറ്റം വരികയാണ്. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, സമാധാനമായിട്ട് സ്കൂളിലിരുന്ന് പഠിക്കാൻ സാധിക്കുന്നു,
മറ്റത് കുട്ടികൾ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സ് വരെ തുറന്നു നോക്കേണ്ട അവസ്ഥയായിരുന്നു അതിനകത്ത് ബോംബുണ്ടോ എന്ന്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ 2014 ശേഷം വലിയ മാറ്റങ്ങളാണ് കാശ്മീരിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുമ്പ് നമുക്കറിയാം, പണ്ട് ഈ സുബ്രഹ്മണ്യ സ്വാമി, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ പെഹൽഗാമിലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വലിയ തിരിച്ചടി രാജ്യത്തിനകത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ ഭീകരവാദികളുടെ വീടുകൾ തകർക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ മനുഷ്യാവകാശം ഉന്നയിച്ചു വന്നു. ഇനി അവർ തന്നെ രംഗത്ത് വരുമോ? ഇത്തരം പാവപ്പെട്ട സൈനികരുടെ കയ്യിൽ ഇന്ത്യൻ സൈന്യം ആയുധങ്ങൾ നൽകുകയാണ് മനുഷ്യരുടെ കയ്യിൽ. അതെ, അല്ല, അതൊക്കെ വരും. ഇവരിപ്പോൾ ഇതിനകത്ത് സൈന്യം വെറുതെ ആൾക്കാരെ വിളിച്ച് പരിശീലിപ്പിക്കില്ലല്ലോ. സിവിലിയന്മാരെ കണ്ടെത്തി അവരെ ശക്തമായ നിരീക്ഷണത്തിന് വിധേയമാക്കി പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇവർ കുഴപ്പക്കാരല്ല, ഇവർ ഈ എന്താ പറയുക, ഈ പരിശീലനം നേടിയതിന് ശേഷം നമ്മുടെ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യില്ല എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് മാത്രമേ സൈന്യം ഇത് ചെയ്യുള്ളൂ. അങ്ങനെ അവരെ മനുഷ്യാവകാശ പ്രവർത്തകരും കാരണം ആയുധമല്ല കൊടുക്കാനുള്ളത്, പേനയാണ് കൊടുക്കുക. അതൊക്കെ പറയും അവരത് പേന വെച്ച് അവരാവോളം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നയമാണ്. അതിനെയൊന്നും അങ്ങനെ ഒരു കോടതിയിലും പോയി ചോദ്യം ചെയ്യാൻ പറ്റില്ല. സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് അത്യാവശ്യം പല കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. അതോടെ നിൽക്കട്ടെ. പണ്ട് സുബ്രഹ്മണ്യ സ്വാമി പണ്ടൊരിക്കൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെ കാശ്മീർ പ്രശ്നം പരിഹരിക്കാനായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ സൈന്യത്തിൽ നിന്ന് വിരമിച്ചു പോയ ആൾക്കാരെ, എക്സ് സർവീസ്, അവരെ തിരിച്ചു വിളിക്കണം. അതിൽ സേവന തൽപരരായിട്ട് ഇനിയും തുടരാം എന്ന് പറഞ്ഞ് വരുന്നവരെ തിരിച്ചു വിളിക്കണം. ആദ്യം അവരെ ഇൻഷുർ ചെയ്യണം. എന്നിട്ട് അവരെ, ഈ കാശ്മീരി പണ്ഡിറ്റുകളെല്ലാം തിരികെ കാശ്മീരിൽ എത്തിച്ച് ഒരു കുടുംബത്തിന് 2 or 3 പേരുടെ സുരക്ഷ, ആ വീട്ടിൽ അവർക്ക് താമസിക്കാം. സൈനികരായിരുന്നവരാണല്ലോ, അവർ വേറെ കുഴപ്പങ്ങളൊന്നും കാണിക്കില്ല. അവരെ വിശ്വസിപ്പിച്ച് ആ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സംഖ്യ ഈ എക്സ് സർവീസ്മെൻറ്റിനെ ഡിപ്ലോയ് ചെയ്യുക, അവരെ വിന്യസിക്കുക, അവർക്ക് ആയുധങ്ങൾ കൊടുക്കുക. എങ്ങനെ ആ പ്രദേശത്ത് വന്ന് ഭീകരർക്ക് ആക്രമണം നടത്താൻ സാധിക്കും? ഒരു വശത്ത് സൈന്യം ഈ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം വളരെ ശക്തമായിട്ട് ഇല്ലാതാക്കാൻ വളരെ ശക്തമായ നടപടികളുമായിട്ട് അവിടെ സേനയെ തന്നെ വിന്യസിക്കുക പൂർണ്ണമായിട്ടും. ഇപ്പുറത്ത് ഈ ജനങ്ങളെ തിരിച്ച് അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ഈ കാശ്മീരി പണ്ഡിറ്റുകൾ അടക്കമുള്ളവരെ അവിടെ താമസിപ്പിച്ച് അവിടെയുള്ള കാശ്മീരിലെ എല്ലാ പൗരന്മാർക്കും ഇതുപോലെ എക്സ് സർവീസ്മെൻ്റെ സുരക്ഷ കൊടുക്കുക, അവർക്ക് ശമ്പളം കൊടുക്കുക. അവരെ ഇപ്പോൾ മിലിറ്ററിയിൽ ഇരിക്കുമ്പം കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് അവരെ ഇൻഷുർ, കാരണം അവരുടെ എന്തെങ്കിലും അവർക്ക് നേരെ ആക്രമണം നടന്നു, പരിക്കേറ്റു, ചികിത്സയ്ക്ക് പണം വേണം. അപ്പോൾ അവരെ ഇൻഷുർ ചെയ്യുക. അത് ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, അവരുടെ കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം കിട്ടണം. അപ്പോൾ അങ്ങനെ സേവനം ചെയ്യാൻ തൽപരരായ ആൾക്കാരെ, അല്ലാതെ എല്ലാവരെയും അല്ല, നിർബന്ധിതമായിട്ട് വിളിക്കുകയല്ല. ചിലരുണ്ട് അങ്ങനെ ആവേശപൂർവ്വം. ഏത് പട്ടാളക്കാരനും തീർച്ചയായിട്ടും വരും, ഒരു സംശയവും ആ കാര്യത്തിൽ. അവർക്ക് രാഷ്ട്രം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അത് എന്ത് വില കൊടുത്തും രാഷ്ട്രത്തിൻ്റെ സ്വാഭിമാനം കാത്തു സൂക്ഷിക്കാൻ, പൗരന്മാരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഒക്കെ അവർ വരും. അതിനൊന്നും നമുക്ക് സംശയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്നത് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് മൻമോഹൻ സിംഗ് സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു നല്ല നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്, അതൊന്ന് ചർച്ചയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതുപോലും ചെയ്തില്ല. ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം അവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഒട്ടൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഈ പഹൽഗാം പോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് ശരിയാണ്. അതും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. പരിപൂർണമായ ഒരു സമാധാനവും ശാന്തിയും കാശ്മീരിന് തിരിച്ചു കിട്ടും. കാശ്മീർ ഭൂമിയിലെ യഥാർത്ഥ പറുദീസയായി മാറും. ഭൂമിയിലെ സ്വർഗമായി കാശ്മീർ മാറും എന്ന് തീർച്ചയാണ്. അതിന് ഈ തദ്ദേശീയരായ യുവാക്കളുടെ സംഭാവന വളരെ വലുതാണ്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അത് ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. മോദി സർക്കാരിൻ്റെ ഇത്തരം നയങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുമെന്നും തീർച്ചയാണ്. നമുക്ക് കാശ്മീരിൻ്റെ ശോഭനമായൊരു ഭാവി നമുക്ക് ഇതിലൂടെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അവിടെ നിന്ന് ഈ പറയുന്ന ഏറ്റവും മനുഷ്യത്വഹീനമായ ഈ ഏറ്റവും ക്രൂരമായ ഈ ഭീകരവാദം എന്ന ആ വിഷവിത്തിനെ ആ കാശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായിട്ട് പറിച്ച് കളയാൻ ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യ ഗവൺമെൻറ്റിനും ഇതിലൂടെ കഴിയും എന്ന് തീർച്ചയാണ്.